അഊദുബില്ലാഹിമിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയമെന്ന് പറയുന്നത് വലിയ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ചെറിയ പ്രായത്തിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യവും ഭാവിയിൽ നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ വായനയിലും പഠനത്തിലുമൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുക. അള്ളാഹു അങ്ങനെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വ്യത്യസ്തങ്ങളായ ഉപമകളെ കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ അവൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ശരിയായിരുന്നു എന്ന് കരുതി ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു മരുഭൂമിയിൽ ഒരു മരീചിക കാണുന്നത് പോലെയാണ്. ആ മരീചിക അല്ലെങ്കിൽ വെള്ളം കാണുന്നത് പോലെയാണ്. വെള്ളത്തിനെ പോലെ തോന്നിക്കുന്ന ഒരു അനക്കം കാണുന്ന അതുപോലെയാണ്. അപ്പോൾ ആ മനുഷ്യൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ശരി, ഇതാണ് ശരി, അല്ലെങ്കിൽ എനിക്ക് സ്വർഗമുണ്ട്, ഞാൻ തന്നെയാണ് ശരി, ഞാൻ ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട് എന്നതൊക്കെ കരുതി ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ആ സമയത്ത് അവന് ഒരിക്കലും അതിനെ കാണുവാൻ സാധിക്കുന്നില്ല. മരുഭൂമിയിൽ വെള്ളം കാണാൻ സാധിക്കുന്നില്ല. അവസാനം അവന് ചെന്നെത്തുക അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അഥവാ ഒടുവിൽ അവൻ മരണപ്പെടും, അള്ളാഹുവിൻ്റെ അടുക്കലെത്തും. അപ്പോഴാണ് അവന് മനസ്സിലാവുക, തീർച്ചയായിട്ടും ഞാൻ ചെയ്ത കർമ്മങ്ങൾ അത് തെറ്റായിരുന്നു. തെറ്റായ ധാരണയിൽ നിന്നുമുണ്ടായ, എൻ്റെ തെറ്റായ വായനയിൽ നിന്നുണ്ടായ, ഞാൻ അറിഞ്ഞതായിരുന്നില്ല ശരി എന്ന് അപ്പോഴാണ് അവന് മനസ്സിലാവുക എന്നതാണ് നമ്മൾ കഴിഞ്ഞ ഉപമയിൽ ഒരു മരുഭൂമിയിലെ വെള്ളം കണ്ട് നടക്കുന്ന മനുഷ്യനെ പോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ വിശദീകരിച്ച് നമ്മൾ പറഞ്ഞത്. അതിന് തൊട്ട് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരെ തന്നെ നമുക്ക് ഉപമയായി പറഞ്ഞു തരുന്നുണ്ട്. കഴിഞ്ഞില്ല, പറയട്ടെ ഇനി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ മനുഷ്യർ ഇങ്ങനെ തന്നെ എന്നും ജീവിതത്തിൽ കുറേ തെറ്റിദ്ധാരണകൾ, കുറേ അറിവില്ലായ്മ, കുറേ ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ, ചെറുപ്പത്തിലേ കേട്ട കാര്യങ്ങൾ, ഇതൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഉപമ, അല്ലെങ്കിൽ ഒരു കാഫിറിൻ്റെ ഉപമ, സത്യനിഷേധിയുടെ ഉപമ, അത് ഇങ്ങനെയാണ് എന്ന് സൂറത്തു നൂറിലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച ആയത്തിനോട് ചേർത്ത് വായിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു കാര്യം കൂടി, ഉപമ കൂടി, എക്സാമ്പിൾ കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സൂറത്തു നൂറിലെ 40-ാമത്തെ ആയത്താണിത്. ഔ കളുലുമാത്തിൻ ഫീ ബഹരിൻ ലുജ്ജിയിൻ യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജ് മിൻ ഫൗഖിഹി സഹാബൻ ളുലുമാത്തിൻ ബഅ്ളുഹാ ഫൗക ബഅ്ളിൻ ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജ്അല്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയാണ്, ആ മനുഷ്യൻ്റെ ഉപമ, ഇങ്ങനെ ഇരുട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഉപമ എന്താണെന്നറിയോ? അത് അവൻ്റെ ഉപമ ഇങ്ങനെയാകുന്നു. ആഴമേറിയ കടലിലെ ഇരുട്ടുകളെ പോലെയാണ് അവൻ്റെ ഉപമ. അതായത് തിരകൾക്ക് മേലെ തിരകൾ വന്നു മൂടുന്നു, അതിനു മീതെ മേഘവുമുണ്ട്. ഇരുട്ടിന്മേൽ ഇരുട്ട് അതിങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. ഒരു മനുഷ്യൻ സ്വന്തം കൈ പുറത്തേക്കിട്ടാൽ പോലും അതുപോലും അവന് കാണാൻ സാധിക്കുകയില്ല. ആർക്ക് അള്ളാഹു വെളിച്ചം നൽകുന്നില്ലയോ അവന് പിന്നെ ഒരു വെളിച്ചവുമില്ല. അള്ളാഹുവിൻ്റെ നൂറ് കിട്ടാത്ത മനുഷ്യന് വേറെ ഒരിടത്തു നിന്നും പ്രകാശം കിട്ടുക സാധ്യമല്ല, അല്ലെങ്കിൽ പ്രകാശം കിട്ടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കാണ്. ഈ ആയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇങ്ങനെ കടലിന് വ്യത്യസ്തങ്ങളായ തിരകളുണ്ട്. നിങ്ങൾ മുകളിൽ കാണുന്ന തിര മാത്രമല്ല, അതിൻ്റെ അടിയിൽ വീണ്ടും വീണ്ടും തിരകൾ ഇങ്ങനെ മേലേക്ക് മേലെ ലെയറുകളായിട്ട് ഉണ്ട് എന്ന ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു ആയത്ത് കൂടിയാണിത്. അത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. എന്താണ് കടലിലുള്ള ഈ തിരകളുടെ ലെയർ എന്നതിനെക്കുറിച്ച്, അതിൻ്റെ ആഴക്കടലിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഇങ്ങനെ ഇരുട്ട് മൂടിക്കിടക്കുന്ന തിരകളെക്കുറിച്ച് നിങ്ങളൊന്ന്, പ്രകാശം ഒരിക്കലും കടന്നു ചെല്ലാത്ത, സൂര്യപ്രകാശം ഒരിക്കലും കടന്നു ചെല്ലാത്ത ഈ ഇരുട്ടുകളെക്കുറിച്ച്, തിരകളെക്കുറിച്ച്, ഒരു തിരക്ക് വേവ്സിന് മേലെ വേവ്സ് ഉണ്ട്. നമ്മൾ കാണുന്ന ഒരു ലെയർ മാത്രമല്ല, നമ്മൾ മേലെ കാണുമ്പോൾ ഒരു തിരയാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, അതിന് കീഴെ ഒരുപാട് ലെയറുകളുള്ള വേവ്സ് ഉണ്ട് എന്നുള്ള സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചത്. നമുക്ക് പറയാനുള്ളത് വേറൊന്നാണ്,
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ മനുഷ്യൻ കടലിലെ ഈ ഇരുട്ടുകളെ പോലെയാണ് അവൻ്റെ ഹൃദയത്തിലെ ഇരുട്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഫി ബഹ്റിൽ ലുജ്ജീൻ എന്ന് പറയുന്ന ഇതിലെ ഈ പരാമർശത്തെക്കുറിച്ച് പറയുന്ന ആഴക്കടലിലെ ഇരുട്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം പറയുന്നത് യഅ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അത് ആഴക്കടലിലെ ഇരുട്ട് എന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന, അതിൻ്റെ ആഴങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഇരുട്ടിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അജ്ഞതയെക്കുറിച്ച്, അറിവില്ലായ്മയെക്കുറിച്ച് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കൾ അവനെ പഠിപ്പിച്ച വേറൊന്നിനെ കുറിച്ചാണ്, വേറെ ദൈവങ്ങളെക്കുറിച്ചാണ്, വേറെ കർമ്മങ്ങളെക്കുറിച്ചാണ്. അങ്ങനെയാണ് അവൻ കേട്ട് വളർന്നത്. പിന്നീട് അവനൊരിക്കലും ഒരു പ്രകാശം ലഭിച്ചിട്ടേയില്ല. അതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിലുള്ള ഇരുട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫി ബഹ്റിൽ ലുജ്ജീൻ, ആഴമുള്ള ഇരുട്ടാണ്. അത് പെട്ടെന്നൊന്നും മായൂല. അതിങ്ങനെ ആഴങ്ങളായിട്ട് കാലങ്ങളായിട്ട് ചെറുപ്പത്തിലെ കണ്ട് വളർന്ന് ശീലിച്ച് പഠിച്ചവൻ്റെ മനസ്സിലുള്ള ഇരുട്ടാണ്. മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ എന്ന് പറഞ്ഞാൽ തിരകൾക്ക് മേലെ തിരകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിനെക്കുറിച്ച് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്, അത് പിന്നീട് എന്ത് ചെയ്യുന്നു, അവൻ പലതും കേൾക്കുന്നു, അപ്പോൾ അത് വേറൊരു തിരയായി. പലതും പഠിക്കുന്നു, ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പഠിക്കുന്നു, മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ചുറ്റുപാടിൽ നിന്നും അവൻ പഠിക്കുന്നു. ഇങ്ങനെ അസത്യമായത് അല്ലെങ്കിൽ സത്യനിഷേധത്തിൻ്റെ അംശങ്ങൾ, ദൈവങ്ങളെക്കുറിച്ച് എന്തുമാവട്ടെ അതിനെക്കുറിച്ച് പഠിക്കുന്നു, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുന്നു, ബുദ്ധിജീവികളായ മനുഷ്യർ സംസാരിക്കുന്നതിനെക്കുറിച്ച്, ശാസ്ത്രജ്ഞൻ പറയുന്നത് കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിരുദ്ധമായ പല വർത്തമാനങ്ങളുമാണ് ഇവർ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പിന്നീടോ അവർ അത്തരത്തിൽ തന്നെയാണ് അവർ ചിന്തിക്കുകയും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞത് ഓൾറെഡി ആഴത്തിൽ ഇരുട്ടുണ്ട്. പിന്നീട് വേറൊരു തിരമാല എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നത്, അവർക്കുള്ള സംശയം ഉണ്ടാകുന്നത്, അവർ ഫീഡ് ചെയ്യപ്പെടുന്നത്, പിന്നീട് ചിന്ത വേറൊരു ഇരുട്ടാണ്. എന്ന് പറഞ്ഞാൽ പിന്നെയും അവർ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് തന്നെയാണ്. സത്യത്തിനെക്കുറിച്ച് ചിന്തിക്കുവാനോ മനസ്സിലാക്കാനോ അവർക്ക് സാധിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ യൂട്യൂബിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നത് ഒരു വ്യക്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സെർച്ച് ഹിസ്റ്ററി എടുത്താൽ മതി എന്നാണ് അല്ലേ. നമ്മുടെ ഏരിയ ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട അതാണ് നമുക്ക് പിന്നീട് ഫീഡ് ചെയ്യപ്പെടുക. ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും ഡ്രസ്സിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ പരസ്യങ്ങൾ, വ്യത്യസ്തങ്ങളായ ഓൺലൈൻ ഷോപ്പിങ്ങുകൾ, അതിൻ്റെ പരസ്യങ്ങളായിരിക്കും നമുക്ക് ഫീഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക, നമ്മളുടെ സ്ക്രീനിൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളി കാണുന്ന, അങ്ങനെ സെർച്ച് ചെയ്യുന്ന, കളിക്കാരെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ അത്തരത്തിലുള്ള റീൽസും അത്തരത്തിലുള്ള ഷോർട്ട് വീഡിയോസുമാണ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കുക. എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സത്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്നില്ല. ഇസ്ലാമിൻ്റെ വിരുദ്ധമായ, ദൈവനിഷേധപരമായ, അള്ളാഹുവിനെ എതിർക്കുന്ന തരത്തിലുള്ള ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായതാണ്, ഇതൊരു പ്രതിഭാസമാണ് എന്നതൊക്കെ ഇങ്ങനെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. എന്നിട്ട് പിന്നെ പറയുന്നത് മിൻ ഫൗഖിഹി സഹാബിൻ, അതിന് മേലെ മേഘമുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നത് മേഘമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ, ഒരിക്കലും ഈ പ്രകാശം എന്ത് ചെയ്യുന്നില്ല, കടലിലേക്ക് എത്തുന്നില്ല. മാത്രമല്ല ഈ കടലിലെ ആ മനുഷ്യന്, അപ്പം ഇരുട്ടിൽ വീണ ഈ മനുഷ്യന് ഒരിക്കലും ആകാശത്തുള്ള സൂര്യൻ്റെ ഇത് അവർക്കും കിട്ടുന്നില്ല, ഈ മനുഷ്യന് ലഭിക്കുന്നില്ല. കാരണം എന്താ, അവിടെ മേഘം എന്ത് ചെയ്തിരിക്കുന്നു, ആ സൂര്യപ്രകാശത്തെ മറച്ചു വെച്ചിരിക്കുന്നു. അപ്പം നേരിട്ട് എന്ത് ചെയ്യുന്നില്ല ആ മനുഷ്യന്. അഥവാ തിരകൾക്ക് മേലെ വേറെ തിരകളുണ്ട്, അതിന് മേലെ വേറെ തിരയുണ്ട്. ഒലുമാത്തും ബഅ്ളഹ ഫൗക ബഅ്ളിൻ എന്ന് പറഞ്ഞാൽ ഒലുമാത്ത് ഇരുട്ടുകൾ എന്നാണ് പറഞ്ഞത്. ഒരു ഇരുട്ടല്ല, ഇരുട്ടുകളാണ്. ബഅ്ളഹ ഫൗക ബഅ്ളിൻ, ഒരു ഇരുട്ടിൻ്റെ മേലെ വേറൊരു ഇരുട്ടുണ്ട്. എന്നിട്ടോ മേഘം ഈ പ്രകാശത്തെ മറച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കിയിട്ടും അവനൊന്നും കിട്ടുന്നില്ല, ഒരു നൂറും ലഭിക്കുന്നില്ല. ഇങ്ങനെയാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഈ പറയുന്ന ദുലുമാത്തും ബഅ്ളഹ ഫൗക ബഅ്ളിൻ എന്നതിനെക്കുറിച്ച് പറയുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. അഥവാ അവൻ്റെ ചിന്ത അങ്ങനെയാണ്. പിന്നെ ഓൾറെഡി അവനെന്താണ്, ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവനാണ്. അതുകൊണ്ട് പാപം ചെയ്ത് കൂട്ടുന്നു. അപ്പോൾ വീണ്ടും അവന് ഈ പ്രകാശം ലഭിക്കുന്നില്ല. പിന്നീട് തെറ്റായ ചിന്തയിലേക്കാണ് പിന്നെയും പോകുന്നത്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നില്ല,
ഈ ഒരു പ്രകാശം ലഭിക്കുന്നില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രകാശം ലഭിക്കാത്ത വേറൊരു മനുഷ്യന് വേറെ എവിടെ നിന്നും പ്രകാശം ലഭിക്കില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്തുകളുണ്ട്. അത് നമ്മളൊന്ന് പഠിക്കണം. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കുന്നില്ല, അഥവാ മേഘം മറച്ചു വെച്ചിട്ടുണ്ട് ആ പ്രകാശത്തെ, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രകൃതിയിലേക്ക് നോക്കിയാലും ഒന്നും കിട്ടൂല. അതിനെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, എങ്ങനെയാണ് മഴ വർഷിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ പറയും മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കടലിലെ വെള്ളം ഇങ്ങനെ ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകുന്നു, അതങ്ങനെ മേഘത്തിൽ കിടക്കുന്നു, അതങ്ങനെ എന്ത് താഴെ മഴയായി വർഷിപ്പിക്കുന്നു. ഇതാണ് ശാസ്ത്രം. അതിനുശേഷം ഇതെങ്ങനെ ഉണ്ടാകുന്നു? ആരാണ് ഈ പ്രതിഭാസത്തിന് പിന്നിൽ? ആരാണ് ഈ ശക്തിക്ക് പിന്നിൽ? ആരാണ് ഈ മഴക്ക് പിന്നിൽ? ആരാണ്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ പക്ഷികളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുന്നില്ലേ? അവർ നമസ്കരിക്കുന്നുണ്ട്, അവർ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അവരെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? അവർക്ക് പ്രാർത്ഥനാ രീതി വേറെയുണ്ട്, തസ്ബീഹിൻ്റെ രീതി വേറെയുണ്ട്. പിന്നീട് അള്ളാഹു പറയുന്നത്, ആലിപ്പഴങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുന്നില്ലേ? ഒരേ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ച ജീവജാലങ്ങൾ എങ്ങനെയാണ്? ചിലത് വയറുമ്മലാണ് നടക്കുന്നത്, ഇഴഞ്ഞിഴഞ്ഞു പോകുന്നു. ചിലത് 2 കാലുകൾ കൊണ്ട് നടക്കുന്നു, ചിലത് 4 കാലുകൾ കൊണ്ട് നടക്കുന്നു. ഒരേ ജലത്തിൽ നിന്നും സൃഷ്ടിച്ച ജീവികൾ വ്യത്യസ്ത രീതിയിലാണ് നടക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുന്നില്ലയോ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇങ്ങനെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ മേഘം മറച്ചതുകൊണ്ട് സൂര്യൻ്റെ വെളിച്ചം കിട്ടുന്നില്ല, പ്രകൃതിയിൽ നിന്നൊന്നും കിട്ടുന്നില്ല, ചിന്തയിൽ നിന്നൊന്നും കിട്ടുന്നില്ല, വായനയിൽ നിന്നോ പഠനത്തിൽ നിന്നോ ഒന്നും കിട്ടുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല, ആളുകളിൽ നിന്ന് കിട്ടുന്നില്ല, നല്ല സദസ്സുകളിൽ ഇരിക്കുന്നില്ല, അത്തരം പുസ്തകങ്ങൾ വായിക്കുന്നില്ല, അത്തരം ചിന്തയിലേക്ക് പ്രവേശിക്കുന്നേ ഇല്ലാത്ത മനുഷ്യരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ളുലുമാത്തുൻ ബഅ്ളുഹാ ഫൗക ബഅ്ള്, ഇരുട്ടിന് മേലെ ഇരുട്ടായിട്ടുള്ള. അപ്പോൾ എൻ്റെ പ്രിയ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ആയത്ത് അതിലെ പല വശങ്ങളും പഠിക്കാനുണ്ട്. ഒന്ന്, തിരകൾക്ക് മേലെയുള്ള തിര എന്ന് പറഞ്ഞ അതിൻ്റെ വേവ്സിൻ്റെ ലെയറുകളെക്കുറിച്ച് ഖുർആൻ എന്ത് പറഞ്ഞിരിക്കുന്നു, ശാസ്ത്രം എന്ത് പറഞ്ഞിരിക്കുന്നു, എപ്പോഴാണ് അതൊക്കെയും കണ്ടുപിടിക്കപ്പെട്ടത് എന്നുള്ളത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ പറവകളുടെ പറക്കലിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് വയ്ക്കുന്നുണ്ട്. അവർ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അവർക്ക് നമസ്കാരമുണ്ട്, അതൊക്കെയും വേറൊരു രീതിയിലാണെന്ന് പറയുന്നുണ്ട്. ആലിപ്പഴത്തെക്കുറിച്ച് അല്ലെ, ജന്തുക്കളുടെ ചലനത്തെക്കുറിച്ച്, സഞ്ചാരത്തെക്കുറിച്ച്, പക്ഷികളുടെ പറക്കലിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ പറയില്ല, അത് W ഷേപ്പിൽ പറക്കും, V ഷേപ്പിൽ പറക്കും. മുൻപേ പോകുന്ന പക്ഷികൾക്ക് തളർച്ചയുണ്ടാകുമ്പോൾ അവർ പിറകിൽ വരും, വേറൊരാൾ മുമ്പിൽ നിൽക്കും. ഇങ്ങനെ ഒരു എയർഫോഴ്സ് ക്രമീകരിച്ചു കൊണ്ടൊരു ടീം വർക്കായിട്ട് പല ഷേപ്പുകളിലൂടെയാണ് അവർ പറക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളത് അതൊക്കെ അത് ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തം കൊണ്ടാണ്, അല്ലെങ്കിൽ ശാസ്ത്രം ഇങ്ങനെയാണ് പറയുന്നത്, അത് പലപ്പോഴും ആകർഷണ ബലം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിങ്ങനെ വികർഷിച്ചു പോകുന്നതുകൊണ്ടാണെന്നൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പറയുക. അപ്പോൾ സയൻസിനപ്പുറത്തുള്ള ആരാണ്, എങ്ങനെയാണ്, അതിന് പിന്നിലുള്ളതെന്ത്, എന്താണ് എൻ്റെ റബ്ബ് ചെയ്യുന്നത്, എന്നെ സൃഷ്ടിച്ച റബ്ബ്, ഈ പ്രകൃതിയെ സൃഷ്ടിച്ച റബ്ബ് ആരാണ്? ഇതൊക്കെ വെറുതെ സൃഷ്ടിച്ചതാണോ? ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഉണ്ടായതാണോ? ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണോ? ഇതൊക്കെ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഈ അടയാളങ്ങൾ, ഈ സൈനുകൾ കണ്ടിട്ട് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളിലേക്ക് പ്രകാശം എത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, ആദ്യം അള്ളാഹുവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ നേരത്തെ മരുഭൂമിയിൽ നടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഇത് പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യണം? ഈ ആയത്ത്, അതിനുശേഷമുള്ള ആയത്തുകളും തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. വെറുതെ എന്നും ഞാൻ പറയാറുള്ളത് പോലെ ഈ ജോഗ്രഫിയും ബയോളജിയും സിവിക്സും അല്ലേ ഒക്കെയും നമ്മൾ വെറുതെ പഠിച്ചാൽ പോരാ. അതിന് പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ആലോചിക്കണം, മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ നൂറ് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തില്ല. കാരണം സത്യനിഷേധികളുടെ ഹൃദയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരിരുട്ടല്ല ഉള്ളത്, ഇരുട്ടുകളാണുള്ളത്, ലെയറുകളാണുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തരത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് വീണ്ടും വീണ്ടും വായിക്കുക. അത് ഈ ഒരു ആയത്ത് മാത്രം അവസാനിപ്പിക്കരുത്, വ്യത്യസ്ത ആയത്തുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. ഇതിൻ്റെ സയൻസ്, അതിൻ്റെ വിഷയങ്ങളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.